നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കരുത്തിന്റെ കൊടിപ്പട. ലോകത്തിനു മുന്നിൽ സൈനിക കരുത്തു തെളിയിച്ച് ന്യൂഡൽഹി രാജ്പഥിൽ രാജ്യത്തിന്റെ 68ാം റിപ്പബ്ലിക് ദിന പരേഡ്. പരേഡിൽ ഇന്ത്യൻ സൈനിക വിഭാഗങ്ങൾക്കൊപ്പം സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും പുതിയ അധ്യായം രചിച്ച് UAE സേന. അബുദാബി കിരീടാവകാശിയും UAE ഉപസർവ്വസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ മുഖ്യാതിഥി. രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്ക് അഭിമാനം പകർന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ മറ്റൊരു രാജ്യത്തിന്റെ സൈന്യം അഭിവാദ്യം അർപ്പിക്കുന്നത് ഇതാദ്യം. ഇന്ത്യക്കൊപ്പം റിപ്പബ്ലിക് ദിനത്തിന്റെ അഭിമാനം പങ്കുവച്ച് UAE. സഹകരണത്തിന്റെ സൗഹൃദ സന്ദേശമായി ത്രിവർണം ചൂടി ദുബായിലെ ബുർജ് ഖലീഫ. ഇന്ത്യയുടെ വികസനത്തിൽ UAE നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാഷ്ട്രങ്ങളുടെയും സൗഹൃദം മധ്യപൂർവ്വ ദേശത്തും ഏഷ്യൻ ഭൂഖണ്ഡത്തിലും സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുമെന്ന് സയ്യിദ് അൽ നഹ്യാൻ. ഇന്ത്യയും UAEയുമായി ഇന്നലെ ഒപ്പുവെച്ചത് 14 സുപ്രധാന കരാറുകളിൽ. റിപ്പബ്ലിക് ദിനവേളയിൽ കേരളത്തിന്റെ ഹരിത പ്രതീക്ഷകൾ പങ്കുവച്ച് ഗവർണർ ജസ്റ്റിസ് P സദാശിവം. ഹരിത കേരളം പദ്ധതി കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കും. ഓരോ മലയാളിയും ഇതിനായി പ്രതിജ്ഞ ചെയ്യണമെന്നും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ സദാശിവം. നിക്ഷേപിക്കാൻ നല്ല സമയം. ഇന്ത്യയിൽ കൂടുതൽ വിദേശ നിക്ഷേപത്തിന് താൽപര്യം പ്രകടിപ്പിച്ച് UAE. രാജ്യത്ത് പുതുതായി രൂപപ്പെട്ട അന്തരീക്ഷം നിക്ഷേപ സംരംഭങ്ങൾക്ക് അനുകൂലമെന്ന് വിലയിരുത്തൽ. അബുദാബി കിരീടാവകാശിക്കൊപ്പം ഇന്ത്യയിലെത്തിയ ഉന്നത സംഘം പങ്കെടുത്ത ബിസിനസ് സമ്മേളനത്തിൽ ഇതു സംബന്ധിച്ച് ധാരണയായതായും സൂചന. മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റീൽ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ സംരംഭങ്ങൾ ഇന്ത്യൻ വിപണിയിൽ അനുകൂല സാഹചര്യം സൃഷ്ടിച്ചെന്ന് UAE പ്രതിനിധികൾ. കഴിഞ്ഞ വർഷം വിവിധ മേഖലകളിലായി UAE ഇന്ത്യയിൽ നടത്തിയത് $7,500 കോടി വിദേശ നിക്ഷേപം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ നഹ്യാൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് 14 കരാറുകളിൽ. പ്രതിരോധ സുരക്ഷാ മേഖലകൾക്ക് മുൻതൂക്കം നൽകുന്നതിനൊപ്പം ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു പോരാടാനും ഇന്ത്യ UAE ധാരണ. പടരുന്ന സമരാവേശം. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരായ വിദ്യാർത്ഥി സമരം വഴിതിരിഞ്ഞ് സർക്കാരിന് നേരെയും. ആരോപണ വിധേയയായ പ്രിൻസിപ്പലിനെ ഉടൻ മാറ്റാനാവില്ലെന്ന നിലപാട് ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ സമരം തുടരാൻ തന്നെ തീരുമാനം. ലക്ഷ്മി നായരുടെ രാജി ആവശ്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനാവില്ലെങ്കിലും വിദ്യാർത്ഥികളുടെ പരാതികൾ മുഖവിലക്കെടുക്കുന്നതായി മന്ത്രി. സ്വകാര്യ വിഭാഗത്തിലുള്ള ലോ അക്കാദമിക്ക് സർക്കാർ ധനസഹായം ലഭിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി C രവീന്ദ്രനാഥ്. അതേസമയം ലോ അക്കാദമിയുടെ കൈവശം വെച്ചിരിക്കുന്ന അനധികൃത ഭൂമി സർക്കാർ തിരിച്ചുപിടിക്കണമെന്ന് VS. വിദ്യാർത്ഥി സമരം വിജയിച്ചേ മതിയാകുമെന്ന് VM സുധീരൻ. സമരത്തിന് ഐക്യദാർഢ്യവുമായി ലോ അക്കാദമിക്ക് മുന്നിൽ BJP നേതാവ് V മുരളീധരൻ ആരംഭിച്ച 48 മണിക്കൂർ ഉപവാസം തുടരുന്നു. കുരുക്കുമുറുകുന്ന മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. തീരുമാനം കോളേജിനെതിരായ പരാതികളിൽ കഴമ്പുണ്ടെന്ന് സാങ്കേതിക സർവകലാശാലയുടെ അന്വേഷണത്തിൽ വ്യക്തമായതിനെ തുടർന്ന് വിജിലൻസ് റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടിയെന്ന് മന്ത്രി C രവീന്ദ്രനാഥ്. അതേസമയം അഫിലിയേഷനുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ ടോംസ് കോളേജിന് സാങ്കേതിക സർവകലാശാലയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. അംഗീകാരം നേടുന്നതിന് സർവകലാശാലയ്ക്ക് സമർപ്പിച്ച രേഖകൾ വ്യാജമെന്നും രേഖകൾ പ്രകാരമുള്ള സ്ഥലത്തല്ല കോളേജ് പ്രവർത്തിക്കുന്നതെന്നും അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കോളേജിന്റെ അംഗീകാരം റദ്ദാക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ അന്വേഷണ സമിതി. അതിനിടെ കോളേജിൽ ഇന്നലെ തെളിവെടുപ്പ് നടത്തിയ വനിതാ കമ്മീഷന് മുന്നിൽ കൂടുതൽ പരാതികളുമായി വിദ്യാർത്ഥിനികൾ. കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുന്നതിനു പുറമെ മാനേജ്മെന്റിനെതിരെ നിയമ നടപടിയും തീർച്ച. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.